Hello all, welcome to another section of Big Learning. So ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISROയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിന്റെ കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറിയിലുള്ള പോസ്റ്റിന്റെ സിലബസിന്റെ ഒരു ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നോട്ടിഫിക്കേഷൻ ഇസ്രോയുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അത് എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ജൂൺ 18 ലാസ്റ്റ് ഡേറ്റ്. സോ ഇനി എക്സാം എപ്പോൾ വേണമെങ്കിലും വരാം. ടെൻറ്റേറ്റീവ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് വാസ്റ്റ് ആയിട്ട് എക്സാം പ്രിപ്പറേഷന്റെ ടൈമിങ്സ് ആണ്. സോ പല ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഇസ്രോയുടെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, അങ്ങനെ പല ഏരിയാസിലും കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക്കലി കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ടുന്ന എക്സാം പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന സിലബസിന്റെ ഒരു ഡിസ്കഷനാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സിലബസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള രീതിക്ക് പോസ്റ്റ് എന്താണെന്ന് പറയും. പോസ്റ്റ് കോഡ് 1546 ആണ്. സൈറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് 1546 ആണ്. ഡിസിപ്ലിൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, പല ഡിസിപ്ലിൻസിലും പോസ്റ്റ് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഐദർ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ, ഇതിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഡിപ്ലോമ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇനി ഡിപ്ലോമ പാസ്സായിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ആ സൈറ്റിനകത്തു നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ട് ആണ്. ഓൾറെഡി ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 18 ആയിരുന്നു. അപ്പൊ അതിനുള്ളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കൻസിനും ഇത് എലിജിബിലിറ്റി ആണ്. അതാണ് ഈ ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി പറയുന്നത്. ഇനി ടെൻറ്റേറ്റീവ് ഡേറ്റ് VSSCയുടെ വെബ്സൈറ്റിനകത്ത് അനൗൺസ് ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ എക്സാം ഡേറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഇപ്പോഴേ നമ്മൾക്ക് ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. അപ്പം ഇനി എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിനിൽ VSSCയിലാണ് പോസ്റ്റിംഗ്. 2 സെന്റർ ഓഫ് പോസ്റ്റിംഗ് പറയുന്നുണ്ട്. VSSCയിലാണ് പോസ്റ്റിംഗ് എങ്കിൽ VSSC പോസ്റ്റിംഗിൽ 4 വേക്കൻസിയും അഡ്രിൻ സെന്ററിൽ ADRIN സെന്ററിൽ 8 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വേക്കൻസിയുടെ എണ്ണത്തിൽ നോക്കണ്ട, വേക്കൻസിയുടെ പോസ്റ്റിംഗിൽ ഫൈനലി പോസ്റ്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് വേക്കൻസിയുടെ എണ്ണത്തിൽ കൂട്ടം വരാനും സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ്. VSSC നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരു സ്ഥാപനമാണ്. ഇനി ADRIN എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ISROയുടെ വേറെ ഒരു സ്ഥാപനമാണ്. സെക്കന്ദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ADRIN അഡ്വാൻസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 8 വേക്കൻസിയും VSSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 4 വേക്കൻസിയാണ്. പിന്നെ ഇതിന്റെ നേച്ചർ ഓഫ് ദ ജോബ് എന്ന് പറയുന്നത്, ഈ ജോലി എന്തൊക്കെയാണ് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓപ്പറേഷൻസോ അതൊക്കെ ചെയ്യുന്ന ഒരു ആ നേച്ചറാണ് ഈ ജോലിയുടെ. ഈ ജോലി എന്താണ് ചെയ്യുന്നതെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം VSSCയുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ 4 വേക്കൻസിക്കകത്ത് അൺറിസർവ്ഡ് ആയിട്ടുള്ള 3 കാറ്റഗറി, 3ഉം പിന്നെ റിസർവേഷൻ ഉള്ള 1 വേക്കൻസിയാണുള്ളത്. ദെൻ അഡ്രിനിലെ 8 വേക്കൻസിക്കകത്ത് ഡിവിഷൻ വന്നിരിക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 5ഉം OBC 2ഉം SC കാറ്റഗറിയിൽ 1 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 12 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിനിൽ. ഓക്കെ, പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്.
ഇനി സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഈ അപ്ലൈ നമ്മൾ ഇപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു റിട്ടൺ ടെസ്റ്റും പിന്നെ അതിനുശേഷം ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 80 ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ്, അതായത് 1.5 മണിക്കൂർ ഡ്യൂറേഷൻ. 90 മിനിറ്റ് ആണ്, 1.5 മണിക്കൂർ ഡ്യൂറേഷനും 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. കറക്റ്റ് ആൻസറിന് 1 മാർക്ക് അവാർഡ് ചെയ്യും. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് അവാർഡ് ചെയ്യും. പക്ഷെ റോങ് ആൻസർ ആണെങ്കിലോ 0.33 മാർക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, 1/3 മാർക്ക് റെഡ്യൂസ് ചെയ്യും ഒരു റോങ് ആൻസർ വരുമ്പോൾ. ഓക്കെ, ഇനി പാസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിലാണെങ്കിൽ 80 ഔട്ട് ഓഫ് 80 32 മാർക്സ് ആണ്. മിനിമം 32 മാർക്ക് വേണം പാസ് ആവാൻ. അതർ റിസർവ്ഡ് കാറ്റഗറി, ഇപ്പൊ SC അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് 80ൽ 24 മാർക്സ് വേണം പാസ്സാവാൻ. ഓക്കെ, ഇനി സ്കിൽ ടെസ്റ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. റേഷ്യോ ഫോർ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 1:5 ആണ്, വിത്ത് എ മിനിമം ഓഫ് 10 കാൻഡിഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1.5 മണിക്കൂർ 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പം കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് വേണം ചോയ്സസ് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടുത്തെ കാര്യം സിലബസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിലബസ് ഫോർ ദ റിട്ടേൺ ടെസ്റ്റ് ഷാൽ ബി കരിക്കുലം ബേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ISRO ഇങ്ങനത്തെ പോസ്റ്റിനൊക്കെ സ്പെസിഫിക് ആയിട്ടൊരു സിലബസ് ഇറക്കിയിട്ടില്ല. ആ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിന് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് അല്ലെ. അപ്പം ഓവറോൾ ഇന്ത്യ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഓവറോൾ ഇന്ത്യ പല യൂണിവേഴ്സിറ്റീസിലും പല സിലബസിനകത്ത് ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഓവറോൾ ഇന്ത്യ ഉള്ള പല യൂണിവേഴ്സിറ്റീസിലെ ഡിപ്ലോമ സിലബസിന്റെ ബേസിസിലായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക, റിട്ടൺ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഒരു സ്കിൽ ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വാളിഫയിങ് നേച്ചർ ഒള്ളിയാണ്. ഓക്കെ, സ്കിൽ ടെസ്റ്റിന്റെ പാസ് റിക്വയർ മിനിമം മാർക്സ് ഫോർ ക്വാളിഫൈങ് ദ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 ഔട്ട് ഓഫ് 100 ആണ് ഫോർ UR ആൻഡ് EWS കാൻഡിഡേറ്റ്സും 40 ഔട്ട് ഓഫ് 100 ആണ് ഫോർ അതർ റിസർവ്ഡ് കാറ്റഗറീസിന്. ഓക്കെ, ഇപ്പം സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഏരിയയിലെ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പം കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിൻ ആയതുകൊണ്ട് എന്തെങ്കിലും വല്ല പ്രോഗ്രാമിങ്ങോ ഏതെങ്കിലും കോഡ് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു സ്കില്ലുണ്ടല്ലോ, ആ ഒരു കോഡിംഗ് സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ബേസിസിലുള്ള ഒരു എക്സാം ആയിരിക്കും സ്കിൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റിനാണ്. 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 90 മിനിറ്റ് ആയിരിക്കും ഡ്യൂറേഷൻ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞല്ലോ ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യമാണ്. 80 MCQs 90 മിനിറ്റ്സ്, സ്കിൽ ടെസ്റ്റ് 100 മാർക്സിനായിരിക്കും. പിന്നെ സിലബസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആദ്യം അവർ പറയുന്നുണ്ട് എന്താണ് ഇത് കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പ്രിസ്ക്രൈബ്ഡ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പൊ ഇതിന്റെ സിലബസ് പല യൂണിവേഴ്സിറ്റീസിന്റെയും സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാംസിന് വരിക. ഓക്കെ, അപ്പൊ ഈ പല യൂണിവേഴ്സിറ്റിയിലെ ഡിപ്ലോമ സിലബസും അതേപോലെ തന്നെ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ISROയുടെ VSSCന്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടും ഈ പല യൂണിവേഴ്സിറ്റീസിന്റെ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസിന്റെ ബേസിസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് സിലബസ് ആണ്. ആണിത് ഫോർ റിട്ടേൺ ടെസ്റ്റ്. ഓക്കെ, ക്വിക്ക് ലേണിംഗിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ അതിനെ 14 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഒരു സാറിന്റെ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു സാറിന്റെ വീഡിയോ കേട്ടിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് കുറച്ചുകൂടെ കീ കൺസെപ്റ്റ് ഏതൊക്കെ ഏരിയാസ് ആണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് സിലബസിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ,
അപ്പം മെയിൻ ആയിട്ട് 14 കീ ഏരിയാസ് ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസിനകത്ത് ജൂനിയർ സെമസ്റ്റേഴ്സിനകത്തൊക്കെ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവും. മാത്തമാറ്റിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ COA, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, പിന്നെ പ്രോഗ്രാമിംഗ്, സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ട്. സി പ്രോഗ്രാമിംഗ് സിലബസിനകത്ത് ഉണ്ടാവും. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതായത് C++, ജാവ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പിന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സും അതിന്റെ അൽഗോരിതം അനാലിസിസും, theory of computation and compiler design, web programming, database management system, then OS, operating systems, then digital electronics and logic design എന്ന പല പേരുകളിലാണ് പല യൂണിവേഴ്സിറ്റീസിൽ അറിയപ്പെടുക. digital electronics, then microprocessors and microcontrollers, computer networks, അതുപോലെ തന്നെ computer network security, cryptography and network security, then software engineering, then Linux system administration. ഇതൊക്കെയാണ് key subject areas to be concentrated എന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് എടുത്തിരിക്കുന്നു. ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ISRO ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നുള്ള ബേസിസിലാണ് ഈ ഹോട്ട് ഏരിയാസ് ചൂസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ ഏരിയാസിലും ഓരോ സബ്ജക്ട്സിലും ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസ് ആണെന്നാണ് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എടുക്കാം മാത്തമാറ്റിക്സിനകത്ത് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോർമലി കാണാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 80 ക്വസ്റ്റ്യൻ ആണല്ലോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുക. അപ്പൊ പ്രീവിയസ് ISROയുടെ സൈറ്റിനകത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു അനാലിസിസ് ചെയ്ത് നോക്കുമ്പം പ്രോബബിലിറ്റി, അതായത് ബെയസ് തിയറം അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ദെൻ മെട്രിക്സ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്, ഇൻവേഴ്സ്, ട്രാൻസ്പോസ്, ഐഗൺ വാല്യൂസ്, റാങ്ക് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ട്രിഗ്നോമെട്രി, വേരിയസ് ട്രിഗ്നോമെട്രി ഐഡന്റിറ്റീസ്, അതിന്റെ ഫോർമുലാസ് ചോയ്സ് ആയിട്ട് തന്നിട്ട് കറക്റ്റ് ഫോർമുല ചൂസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ്, മോഡുലസ്, കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക ആ ഏരിയയിൽ നിന്നും. ദെൻ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ആ ഏരിയയിൽ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഡെഫിനിറ്റ് ഇന്റർവൽ ഇന്റഗ്രേഷൻ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആ ഏരിയസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടുവരാറുണ്ട് മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്ന്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന്. അപ്പൊ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, മെട്രിക്സ് കാൽക്കുലേഷൻസ്, ദെൻ ട്രിഗ്നോമെട്രി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ട കീ ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്ത സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്തത് COA ആണ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു തിയറി ഓറിയന്റഡ്, ഒരു ഹാർഡ്വെയർ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഏതൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ദെൻ വേരിയസ് അഡ്രസ്സിംഗ് മോഡ്സ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ വേരിയസ് അഡ്രസ്സിംഗ് മോഡ്സ്, പിന്നെ CPU-ന്റെ ആർക്കിടെക്ചർ, ദെൻ പൈപ്പ് ലൈനിങ് മെക്കാനിസം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെ മെമ്മറി ഹൈറാർക്കി, RAM ഉണ്ട്, ROM ഉണ്ട്, വിർച്വൽ മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സ്, പ്രോഗ്രാംഡ്, ഇന്ററപ്റ്റ് ഡിവൺ, DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഇതിനകത്തുനിന്നെല്ലാം ചോയ്സ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ALU ഓപ്പറേഷൻസ്, നമ്പർ സിസ്റ്റം, അതിനകത്ത് ബൂത്ത് അൽഗോരിതം, ദെൻ ഡിഫറെന്റ് നമ്പർ സിസ്റ്റം കൺവേർഷൻ എന്ന് പറയുമ്പോൾ ലോജിക് ഡിസൈനിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെയാണ് കൺട്രോൾ യൂണിറ്റും, മൈക്രോ പ്രോഗ്രാമിംഗ് കൺട്രോൾ യൂണിറ്റും, ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ COയ്ക്കകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് നോക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, അതിന്റെ ടൈപ്സ്, ദെൻ വേരിയസ് അഡ്രസ്സിംഗ് മോഡ്സ്, പൈപ്പ് ലൈനിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഓറിയന്റഡ് പോലെ ക്വസ്റ്റ്യൻസ് വരാം, ആർക്കിടെക്ചറും, ദെൻ മെമ്മറി ഹൈറാർക്കി, ദെൻ ഇൻട്രപ്റ്റ്സ്, ദെൻ അതുപോലെ തന്നെ ALU ഓപ്പറേഷൻസ്, നമ്പർ സിസ്റ്റംസ്, ഇതൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ്.
ദെൻ അടുത്ത സബ്ജക്ട് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിങ്ങിനകത്ത് പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജസും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസും സിലബസിനകത്ത് കവേർഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് സി ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആയ C++ ആൻഡ് ജാവ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ആ കോഡിന്റെ ആൻസർ എന്താണ്, ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബോത്ത് സി ലാംഗ്വേജിൽ നിന്നും ജാവ ലാംഗ്വേജ് അല്ലെങ്കിൽ C++ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, ഇപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ കൺസ്ട്രക്ടർ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഷുവർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ കൂടുതലും വരുന്നത്. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക, കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചേഴ്സും ലൂപ്സും കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫംഗ്ഷൻസ്, റിക്കർഷൻസ്, ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ അറേ ഡിക്ലെയർ ചെയ്യുന്ന, അറേ ആക്സസ് ചെയ്യുന്നത്, സ്ട്രിങ്സ്, പോയിന്റേഴ്സ്, ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ആ പോയിന്റർ വേരിയബിൾ അറേയിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നതും അത് വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്, അതെല്ലാം. ദെൻ മെമ്മറി അലോക്കേഷൻ, MLOക്ക്, CLOക്ക്, ഫ്രീ എക്സെട്ര. അതുപോലെ തന്നെ സ്ട്രക്ചർ, യൂണിയൻ, അതിന്റെ ഡിഫറൻസ് എന്താണ്, അതിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് എങ്ങനെയാണ്, ഓരോ ഡേറ്റ ടൈപ്പിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, മൊത്തത്തിൽ സ്ട്രക്ചറിന് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, യൂണിയനിന് എത്ര മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കമ്പാരിസൺ ഡിസ്കഷൻസ് എല്ലാം ഈ ഏരിയയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് വരുമ്പോൾ ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, വേണമെങ്കിൽ ഒരു സിനാരിയോ തന്നിട്ട് അതിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ. കൺസ്ട്രക്ടർ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ. പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ടർ ഏതാണ്, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഓർക്കുന്നു, പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ടറിന്റെ പേരെന്താണ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണോ, പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ആണോ, കോപ്പി കൺസ്ട്രക്ടർ ആണോ, ഇതൊക്കെ ഓപ്ഷൻസ് ആയിട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ വിർച്വൽ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട്. അങ്ങനെ ഇതില് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ഇതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് അതിന്റെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസും വരാം. അതുപോലെ തന്നെ ഇങ്ങനെ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയയാണ്. കീ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഏരിയാസിലൊക്കെയാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്രോഗ്രാമിംഗ് ഏരിയ. അടുത്ത സബ്ജക്റ്റ്, കോർ സബ്ജക്റ്റ് വരുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആകുമ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷനകത്ത് എന്തൊക്കെ വരും, ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് അല്ലെ, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, ഏത് ഡേറ്റ സ്ട്രക്ചർ ആണ്. ലീനിയറിന് ഒരു എക്സാമ്പിൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലീനിയർ നമുക്കറിയാലോ സ്റ്റാക്കും ക്യൂവും ഒക്കെയാണ്, അറേ ഒക്കെയാണ്. നോൺ ലീനിയർ ആകുമ്പോൾ ട്രീ, ഗ്രാഫ് ഒക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ അറേ, ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഫോളോ ചെയ്യുന്നതാണ് അറേ, സ്റ്റാക്ക്, ക്യൂ. ഇപ്പൊ സ്റ്റാക്കും ക്യൂവും എന്ത് തരം പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്, ദെൻ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ, സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ, ഇൻഫിക്സ് എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ ഒക്കെ. അപ്പോൾ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ റെസ്പെക്റ്റീവ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് ചോയ്സ് ആയിട്ട് തരാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇതിനെ ബേസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പല ഡിഫറെന്റ് ചോയ്സ് തന്നിരിക്കും. അതിൽ ഒരെണ്ണം ആയിരിക്കാം കറക്റ്റ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ആ പ്രോസസ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് കൂടുതലും പ്രോബ്ലം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും വരാം, അതോടൊപ്പം തന്നെ തിയറി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. ദെൻ അടുത്ത ഒരു കീ ഫോക്കസ് ഏരിയ ആണ് ഡേറ്റ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്ന ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് അതിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിന്റെ ഡിഫറൻസ്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡേറ്റ ആക്സസ് ചെയ്യുന്ന അറേയും ലിങ്ക് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കീ ഏരിയാസ് ആണ്. അതോടൊപ്പം നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് ട്രീയും ഗ്രാഫും ഉണ്ട്. അപ്പൊ ട്രീക്കകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈനറി ട്രീയും ബൈനറി സെർച്ച് ട്രീയും ആണ്. അപ്പൊ ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ, പിന്നെ AVL ട്രീ ആൻഡ് ഹീപ്പ്, ഇത്രയൊക്കെയാണ് ട്രീക്കകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഗ്രാഫ് നോക്കുമ്പോൾ ഗ്രാഫിന്റെ ഡിഫറെന്റ് ട്രാവേഴ്സസ്, ബൈനറി BFS ട്രാവേഴ്സിലും ഉണ്ട്, DFS ട്രാവേഴ്സിലും ഉണ്ട്. ദെൻ ഗ്രാഫിന്റെ വേരിയസ് റെപ്രസെന്റേഷൻസ്, അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെന്റേഷനും ലിസ്റ്റ് റെപ്രസെന്റേഷനും. ട്രീയും ഗ്രാഫും ലോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഏതൊരു ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് തന്നെ പഠിക്കുന്നുണ്ട്, ഏതൊരു
സ്ട്രക്ചറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഐദർ അറേസ് യൂസ് ചെയ്യാം, അതായത് സീക്വൻഷ്യൽ റെപ്രസെന്റേഷൻ അറേസ് വെച്ചിട്ട് പറ്റും, അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ പറ്റും. ഡൈനാമിക് റെപ്രസെന്റേഷൻ ലിങ്ക് ലിസ്റ്റ് വെച്ചും പറ്റും അല്ലെ, സീക്വൻഷ്യൽ റെപ്രസെന്റേഷനും പറ്റും, ഡൈനാമിക് റെപ്രസെന്റേഷനും പറ്റും, ഏതൊരു ഡേറ്റ സ്ട്രക്ചറിനെ ആണെങ്കിലും. അപ്പൊ നമുക്ക് കാരണം സ്റ്റാക്കും ക്യൂവും ഒക്കെ നമുക്ക് അറേ വെച്ച് റെപ്രസെന്റേഷനും പഠിക്കുന്നുണ്ട്, ലിങ്ക് ലിസ്റ്റ് വെച്ചുള്ള റെപ്രസെന്റേഷനും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അറേ റെപ്രസെന്റേഷനും പോസിബിൾ ആണ്, ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷനും പോസിബിൾ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നത്, ഒരു ബൈനറി ട്രീയുടെ ഒരു അറേ ഡേറ്റ സ്ട്രക്ചർ അറേ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഒരു പർട്ടിക്കുലർ നോഡിന്റെ ചിൽഡ്രൻ നോഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നു. സോ അപ്പം അങ്ങനത്തെ റെപ്രസെന്റേഷൻസും അതിനകത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടെ റെസ്പെക്റ്റീവ് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നും, അതുപോലെ ബൈനറി ട്രീന്റെ ട്രാവേഴ്സൽസ്, ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽസ് അത് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ഗ്രാഫിനകത്ത് DFS ഉം BFS ഉം തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ കീ ഏരിയാസ് ആണ്. ഇതിനകത്തു നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ട്രീയും ഗ്രാഫും സ്റ്റാക്ക് ക്യൂവും എല്ലാം. അതോടൊപ്പം തന്നെ അടുത്ത മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗോരിതംസ്. നമുക്കറിയാം ഡിഫറെന്റ് സോർട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ദെൻ ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്, മെർജ് സോർട്ട് അല്ലെ. അങ്ങനെ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 6 സോർട്ടിംഗ് അൽഗോരിതംസ്, പിന്നെ റാഡിക് സോർട്ട്, ബക്കറ്റ് സോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെർച്ചിങ് അൽഗോരിതംസ് ലീനിയർ സെർച്ചും ഉണ്ട്, ബൈനറി സെർച്ചും ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് തന്നിട്ട് ഈ പർട്ടിക്കുലർ ബൈനറി ബബിൾ സോർട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്നോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ബൈനറി സെർച്ച് പെർഫോം ചെയ്തിട്ട് എലമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നോ, അങ്ങനെയൊക്കെ പ്രോബ്ലം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കോഡ് തന്നിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് സോർട്ടിങ്ങിന്റെ ലോജിക് ആണ്, ബബിൾ സോർട്ട് ലോജിക് ആണോ അതോ ക്വിക്ക് സോർട്ട് ലോജിക് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടുവന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺസെൻട്രേറ്റ് അടുത്തൊരു ഏരിയ ആണ് ഹാഷിംഗ്. ഹാഷിങ്ങിനകത്ത് മെയിൻ ആയിട്ടും കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ്, ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, അത് തമ്മിലുള്ള ഡിഫറൻസ്, ആ കാര്യങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ്. അതിനകത്ത് പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, അപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കോർ ഏരിയ ആണ്. അതിനകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അറേസ്, ദെൻ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക്, ക്യൂ, ദെൻ ലിങ്ക് ലിസ്റ്റ്, അറേ, അതിന്റെ ഡിഫറൻസ്, ലിങ്ക് ലിസ്റ്റും അറേയും തമ്മിലുള്ള ഡിഫറൻസ്, സ്റ്റാക്ക്, ക്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇൻഫിക്സ് എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം. Then non-linear data structures like trees, graph, and the traversals, representations, ആ കാര്യങ്ങളെല്ലാം, sorting algorithms, searching algorithms, hashing, then application to data structure. Suppose ഒരു സിനാരിയോ തന്നിട്ട് അത് ഏത് ഡേറ്റ സ്ട്രക്ചർ ആണ് ആ സിനാരിയോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. ഓക്കെ, ദെൻ ഡേറ്റ സ്ട്രക്ചേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ അഡ്വാൻസ് ലെവലായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്ന് പറഞ്ഞ് കമ്പൈൻഡ് ആയിട്ടുള്ള സബ്ജക്റ്റും ചില യൂണിവേഴ്സിറ്റീസിനകത്ത് കാണാറുണ്ട്. സോ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തിനകത്ത് ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി ഇവാലുവേഷൻ, കോംപ്ലക്സിറ്റീസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 5 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഉണ്ടെങ്കിലും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 3 എണ്ണമാണ്, ബിഗ് ഒ, ഒമേഗ ആൻഡ് തീറ്റ നൊട്ടേഷൻസ്. ഓക്കെ, അപ്പൊ ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിന്റെ ഡെഫിനിഷൻ, ഇതിൽ എങ്ങനെയാണ് റെപ്രസെന്റ്, എങ്ങനെയാണ് ഈ കോംപ്ലക്സിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സിറ്റി ഉണ്ട്, ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, ആവറേജ് കേസ് കോംപ്ലക്സിറ്റി ആൻഡ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സിറ്റി, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം സബ്ജക്റ്റിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് അൽഗോരിതം ഡിസൈൻ ടെക്നിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി മെത്തേഡ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ്, ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബോർഡ്. അങ്ങനെ 5 ഡിസൈൻ ടെക്നിക്സ് ആണുള്ളത്. ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബോർഡ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഏത് ഡിസൈൻ ടെക്നിക്ക് വെച്ചാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് ഈ സബ്ജക്റ്റിനകത്ത് പല പ്രോബ്ലംസും ഒരു പർട്ടിക്കുലർ ഡിസൈൻ ടെക്നിക് വെച്ച് സോൾവ് ചെയ്യുന്നതായിട്ട് പഠിക്കും. ഇപ്പൊ ഡിവൈഡ് ആൻഡ് കോൺകർ വെച്ച് പഠിച്ചിരിക്കുന്ന മെർജ് സോർട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രെസ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ഡിവൈഡ് ആൻഡ് കോൺകറിനകത്താണ്. നാപ്സാക്ക് പ്രോബ്ലം ആണെങ്കിൽ 2 കാറ്റഗറി ഉണ്ട്. ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ഉണ്ട്, 0/1 നാപ്സാക്ക് പ്രോബ്ലം ഉണ്ട്.
അപ്പം ഇതെല്ലാം ഏത് ടെക്നിക്ക് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ട് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് കോംപ്ലക്സിറ്റി അവിടെയൊക്കെ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടായിരിക്കും വരുന്നതെങ്കിൽ ഈ ഡിസൈൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ അൽഗോരിതം ഡിസൈൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതലും തിയറി ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഏത് ഡിസൈൻ ടെക്നിക്ക് വെച്ചായിരിക്കും സോൾവ് ചെയ്യുക എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കമ്പ്യൂട്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഗ്രീഡി മെത്തേഡ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. എൻ ക്യൂൻസ് പ്രോബ്ലം ആണെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ മെത്തേഡിനകത്തും സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നൊരു ക്രിസ്പായിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ദെൻ ഇതിനകത്ത് വരുന്ന അനദർ ഒരു ഏരിയ ആണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ്. കോംപ്ലക്സിറ്റി ക്ലാസ്സസ് 4 കാറ്റഗറി ഉണ്ട്. പി, എൻ പി ഹാർഡ് ആൻഡ് എൻ പി കംപ്ലീറ്റ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസും നോർമലി എൻ പി ഹാർഡ് എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പി, എൻ പി തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഈ പല പ്രോബ്ലംസ് ചിലപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ക്ലിക്ക് പ്രോബ്ലം, വെർട്ടെക്സ് കവർ പ്രോബ്ലം, ഇതൊക്കെ എൻ പി ആണോ, എൻ പി ഹാർഡ് ആണോ, എൻ പി കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഓർത്തിരിക്കുന്ന എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത കീ സബ്ജക്റ്റ് വരുന്നതാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനും അതുമായിട്ട് അലൈൻ ചെയ്ത് വരുന്നതാണ് കമ്പൈലർ ഡിസൈനും. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. TOC എന്ന് ചില യൂണിവേഴ്സിറ്റീസിൽ പറയും, ഫ്ലാറ്റ് എന്ന് ചില യൂണിവേഴ്സിറ്റീസിൽ പറയും, ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമേറ്റ തിയറി എന്ന് പറയും, ഓട്ടോമേറ്റ തിയറി എന്ന് മാത്രം പറയും. അങ്ങനെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ കമ്പൈലർ ഡിസൈനും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് റെഗുലർ എക്സ്പ്രഷൻസ്, അതേപോലെ തന്നെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൺവേർഷൻസ്, NFA DFA കൺവേർഷൻസ്, ഡെഫിനിറ്റ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും നോൺ ഡെഫിനിറ്റ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അത് തമ്മിലുള്ള കൺവേർഷൻസ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു ഡയഗ്രാം തന്നിട്ട് അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം തന്നിട്ട് അതിന്റെ ബേസിസിലെ കൺവേർഷനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ് വരുന്നത്, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഗ്രാമർ, റെഗുലർ ഗ്രാമർ, അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ അല്ലെ. അതുപോലെ തന്നെയാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റിക്കകത്ത് തിയറംസ് ഒക്കെ വരുന്നുണ്ട്. അത് അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ട്യൂറിംഗ് മെഷീൻ, അതിന്റെ ബേസിക്സ് എന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുനിന്ന്. അതുപോലെ കമ്പൈലർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫേസസ് ഓഫ് എ കമ്പൈലർ ഏതൊക്കെയാണ്? ഡിഫറെന്റ് ഫേസസ്, ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, ഓരോ ഫേസസിലും എന്താണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ന പർട്ടിക്കുലർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോഡ് ജനറേഷൻ ഫേസിൽ നടക്കുന്ന ടാസ്ക് എന്താണ് അല്ലെങ്കിൽ പാസ് ട്രീ ജനറേഷൻ ഏത് ഫേസിൽ നടക്കുന്ന ടാസ്ക് ആണ്, അങ്ങനെയൊക്കെ MCQs വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ലെക്സിക്കൽ അനാലിസിസ് ഫേസിനകത്താണ് ടോക്കൺസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത ലെക്സിക്കൽ അനാലിസിസ് സിൻടാക്സ് അനാലിസിസിലാകുമ്പോഴത്തേക്കും സിൻടാക്സ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ദെൻ പാസ് ട്രീ ജനറേറ്റ് ചെയ്യുന്ന പാസിംഗ് സെക്കൻഡ് ഫേസിലാണ്. ദെൻ അതുപോലെ തന്നെ ആംബിഗ്വിറ്റി എന്താണ്, ആംബിഗ്വസ് ഗ്രാമർ എന്താണ്, ഡിഫറെന്റ് പാസിംഗ് ടെക്നിക്സ്, LR പാർസർ ഉണ്ട്, LL പാർസർ ഉണ്ട്, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാർസർ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് പാസിംഗ് ടെക്നിക്സ് ഇതിന്റെ എല്ലാം ബേസിസിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഏരിയക്കകത്ത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയക്കകത്തു നിന്ന്. അപ്പം ഈ ടോപ്പിക്സിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടുവരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു കീ ഏരിയ എന്ന് പറയുന്നത് വെബ് പ്രോഗ്രാമിംഗ് ആണ്. വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് HTML ബേസിക്സ്, XHTML ബേസിക്സ്, ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ്, XML, JSON ബേസിക്സ് ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നോ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ഫോർ വെബ് പ്രോഗ്രാമിംഗ് എന്നോ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത്. അതുപോലെ തന്നെ PHP എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡേറ്റാബേസ് ആക്സസ് ത്രൂ വെബ്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഈ ഏരിയാസ് ഒക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ.
അടുത്ത നമ്മൾ നോക്കുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെ DBMS എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ മെയിൻ കോർ ഏരിയാസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഡേറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോർ ഏരിയ ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ്. അവിടെ കൂടുതലും നമ്മൾ നോക്കുന്ന ഡയഗ്രാം, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഡയഗ്രാം, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ്, ദെൻ അതിനകത്ത് വരുന്ന കീസ് ഏതൊക്കെയാണ്, പ്രൈമറി കീ, അങ്ങനത്തെ കുറെ കീസ് ഒക്കെ ഉണ്ടല്ലോ. പ്രൈമറി കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ, സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, ആ കാര്യങ്ങളെല്ലാം നോക്കുക. ദെൻ ഡേറ്റാബേസ് സിസ്റ്റം ഡിസൈൻ, അതിന്റെ കാര്യങ്ങൾ, റോൾ ഓഫ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് SQL ക്വറീസ്. ഓക്കെ, SQL ക്വറീസ് ഒരു സിനാരിയോ തന്നിട്ട് ഒരു ക്വറി ജനറേറ്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ആ ക്വറിക്കകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ്, ഇപ്പം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വറി എന്ത് കീവേഡ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇത് കീവേഡ് വെച്ചിട്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ആ ഏരിയാസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കീ ഏരിയ ആണ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറയുമ്പം നമുക്ക് 1NF മുതൽ 1NF, 2NF, 3NF, BCNF അങ്ങനെ ഡിഫറെന്റ് നോർമലൈസേഷൻസ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, BCNFനകത്ത് എന്താണ് തമ്മിലുള്ള പ്രത്യേകത, 1Fനകത്ത് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, 2NFനകത്ത് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അടുത്ത ഏരിയ ആണ് ട്രാൻസാക്ഷൻസ്. അതിനകത്ത് കൂടുതലും വരുന്നതാണ് ആസിഡ് പ്രോപ്പർട്ടീസ്, അല്ലേ. ആസിഡ് പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസ് ആണ്: അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. അപ്പം ഏതോ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ഇതിനകത്ത് ഏതാണ് ആസിഡ് പ്രോപ്പർട്ടി അല്ലാത്ത, ഒരു 4 ചോയ്സ് തന്നിട്ട് ആസിഡ് പ്രോപ്പർട്ടി അല്ലാത്ത ഒരെണ്ണം ചൂസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് കൂടുതലും നമുക്ക് ക്വറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം, അതുപോലെ തന്നെ തിയറി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും വരാം. പിന്നെ ഇൻഡെക്സിങ്ങും വ്യൂസും, ടേബിൾ വ്യൂസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും DBMSൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ഒരു കോർ ഏരിയ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് OS. സോ അപ്പൊ അവിടെ നമുക്ക് OSന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ പ്രോസസ് സ്റ്റേറ്റ്സ്, അല്ലെ. ഒരു OS പോകുന്ന 5 പ്രോസസ് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ പ്രോസസ് സ്റ്റേറ്റ്സ്, ഷെഡ്യൂളിംഗ്, ആ കാര്യങ്ങളെല്ലാം നോക്കുക. ദെൻ പ്രോസസ് മാനേജ്മെന്റ്, ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഉണ്ട് കൂടുതൽ, FCFS, SJF, റൗണ്ട് റോബിൻ, അല്ലെ. അങ്ങനെ ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട് കൂടുതലും അങ്ങനെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് അതിന്റെ കൺസേൺഡ് വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്ത് FCFS ഷെഡ്യൂളിംഗിൽ ഏത് പ്രോസസ്സ് ഒക്കെ ആയിരിക്കും ആദ്യം എടുക്കുക എന്നൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗിൽ പ്രോസസ്സ് ഏതൊക്കെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പൊ അതൊരു പ്രോബ്ലം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതുപോലെ തന്നെയാണ് പ്രോസസ് സിങ്ക്രോണൈസേഷൻ ഏരിയ. അതിനകത്ത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ, അവോയ്ഡൻസ്, ബാങ്കേഴ്സ് അൽഗോരിതം കീ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്. ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ ബേസിസിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ മെമ്മറി മാനേജ്മെന്റ്, പേജിങ്, സെഗ്മെന്റേഷൻ, അതിന്റെ ഡിഫറൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്, FIFO, LRU, അങ്ങനത്തെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, സ്കാൻ, അങ്ങനത്തെ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. അപ്പൊ ഇവിടെ നമുക്ക് സിങ്ക്രണൈസേഷൻ അൽഗോരിതംസ് വരുന്നുണ്ട്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് വരുന്നുണ്ട്, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് വരുന്നുണ്ട്. സോ കീ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ ഏരിയാസ്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കാണാറുണ്ട്. പഠിച്ചാൽ നമുക്ക് ക്ലാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും കൂടുതലും. അപ്പൊ കൂടുതലും പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ തിയറി കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത സബ്ജക്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലോജിക് സിസ്റ്റം ഡിസൈൻ എന്ന് പറയാം. അങ്ങനെ പല യൂണിവേഴ്സിറ്റിയിലും പല പേരിലാണ് ഈ സബ്ജക്റ്റ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ നമ്പർ സിസ്റ്റംസ്, അല്ലേ. നമ്പർ സിസ്റ്റംസ് നമുക്കറിയാം, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, BCD കോഡ്, ഗ്രേ കോഡ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഒരു BCD കോഡ് ഡെസിമൽ, ഒരു നമ്പർ തന്നിട്ട് അതിന്റെ BCD വാല്യൂ, BCD റെപ്രസെന്റേഷൻ എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. സോ അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് ആണ്.
അതുപോലെ തന്നെയാണ് ബൂളിയൻ ഓൾജിബ്ര. ദെൻ ഓൾജിബ്ര അതിന്റെ ആ ഇക്വേഷൻസ് മിനിമൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കാർനോക്ക് മാപ്പ് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ ഡിഫറെന്റ് ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്, ഓർ, ആൻഡ്, നോട്ട്, നാൻഡ്, നോർ അല്ലെ. ഇതിനകത്ത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നാൻഡും നോറും ആണ്. അപ്പൊ ആ ഒരു ഏരിയാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സും കോമ്പിനേഷണൽ സർക്യൂട്ട്സും അല്ലെ. സീക്വൻഷ്യൽ സർക്യൂട്ട്സ് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ് ഒക്കെ വരും. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മക്സും ഡിമക്സും, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ. പിന്നെ ചില ബേസിക് അരിത്തമാറ്റിക് സർക്യൂട്ട്സ്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടുവരുന്നുണ്ട്. ഓക്കെ. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലെ തന്നെ ഹാർഡ്വെയർ വരുന്ന വേറൊരു സബ്ജക്റ്റ് ആണ് മൈക്രോ പ്രോസസ്സർ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളേഴ്സും. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ മൈക്രോ പ്രോസസ്സർ 85 മൈക്രോ പ്രോസസ്സർ പഠിക്കുന്നുണ്ട്, 86 മൈക്രോ പ്രോസസ്സറും പഠിക്കുന്നുണ്ട്. അപ്പൊ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ 85 ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, ചിലടത്ത് 86 ആയിരിക്കാം, ചിലടത്ത് രണ്ടും ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് മൈക്രോ പ്രോസസ്സറിന്റെയും ഫീച്ചേഴ്സും ആർക്കിടെക്ചർ ഡയഗ്രാംസും കാര്യങ്ങളെല്ലാം നമ്മൾ അവെയർ ആയിരിക്കണം. ഏതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഓൾ ഓവർ ഇന്ത്യ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു എക്സാം ആണല്ലോ. ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 85 86 മൈക്രോ പ്രോസസ്സറിനെ പറ്റി അവെയർ ആയിരിക്കണം. അതിന്റെ ആർക്കിടെക്ചറും ഇൻസ്ട്രക്ഷൻ സെറ്റും അഡ്രസ്സിംഗ് മോഡ്സും അതെല്ലാം പറ്റിയിട്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ മൈക്രോ കൺട്രോളർ വരുമ്പോഴത്തേക്കും 8051 മൈക്രോ കൺട്രോളർ ആണ്. ദെൻ അതിന്റെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സും പിന്നെ ഇന്റർഫേസിങ് ചെയ്യുന്ന LED LCD ആയിട്ടൊക്കെ ഇന്റർഫേസിങ് ചെയ്യുന്ന ബേസിക്സും കാര്യങ്ങളെല്ലാം വരിക. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്താകുമ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു സബ്ജക്ട് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാറുണ്ട്. ദെൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെ, ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അങ്ങനെ ഒരു സബ്ജക്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്നെല്ലാം നമുക്ക് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്വസ്റ്റ്യൻസും അതായത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്താകുമ്പോൾ നമുക്ക് എന്താ നെറ്റ്വർക്ക് ടോപ്പോളജി, നെറ്റ്വർക്കിങ്ങിനെ പറ്റിയിട്ടും ടോപ്പോളജി, ബസ് ഒക്കെ ഉണ്ടല്ലോ, ഡിഫറെന്റ് ബസ്സസ്, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയ OSI മോഡൽ ആൻഡ് TCP/IP മോഡൽ. ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. OSI ആകുമ്പോൾ 7 ലെയേഴ്സ്, TCP/IP ആകുമ്പോൾ 5 ലെയേഴ്സ്. ഓരോ ലെയേഴ്സും അവിടുത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത്. അപ്പൊ ആ പ്രോട്ടോകോൾസ് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ, TCP പ്രോട്ടോകോൾ ഏത് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. TCP ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോകോൾ, UDP TCP ഒക്കെ ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. പിന്നെ HTTP SMTP ഒക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഓരോ ലെയറിലും വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുക. ആ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, കണ്ടിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത്. അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, ദെൻ ആക്സസ് കൺട്രോൾ, ആ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. എറർ കറക്ഷൻ, CRC എങ്ങനെയാണ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേറൊരു ഏരിയ ആണ് അഡ്രസ്സിംഗ്, നെറ്റ്വർക്ക് അഡ്രസ്സിംഗ്, IP അഡ്രസ്സിംഗ്, ക്ലാസ്ലെസ് അഡ്രസ്സ്, ക്ലാസ്ലെസ് നെറ്റ്വർക്സും ക്ലാസ്ഫുൾ നെറ്റ്വർക്സും, സബ്നെറ്റ് മാസ്ക്, ആ കാര്യങ്ങളെല്ലാം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. IP അഡ്രസ് ഏത് ക്ലാസ്സിനകത്ത്, ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ടല്ലോ, ക്ലാസ് A B C D E, ഓരോന്നിനും ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഒക്കെ ഉണ്ട്. അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സെക്യൂരിറ്റി. അപ്പൊ അവിടെ നമുക്ക് ക്രിപ്റ്റോഗ്രാഫി ബേസിക്സ്, സിമെട്രിക് അൽഗോരിതംസ്, അസിമെട്രിക് അൽഗോരിതംസ്, DES AES ഒക്കെ സിമെട്രിക് അൽഗോരിതംസ് ആണ്. അസിമെട്രിക് ആകുമ്പോൾ RSA അസിമെട്രിക് അൽഗോരിതംസ് ആണ്. അതിന്റെ ജസ്റ്റ് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാം. ദെൻ അതുപോലെ തന്നെ യൂസർ ഓതന്റിക്കേഷൻ, പിന്നെ ഫയർ വാൾസ്, ഡിഫറെന്റ് അറ്റാക്സ് ഏതൊക്കെയാണ്, ഇപ്പൊ ഫിഷിംഗ് അറ്റാക്ക് എവിടെയാണ് സംഭവിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നതാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇത് അഗെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കീ ഏരിയ ആണ്. അടുത്ത ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്.
അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് ലൈഫ് സൈക്കിൾ ഫേസസ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഫേസസ്, SDLC ഫേസസ്, 6 ഫേസസ് ഉണ്ട് അല്ലേ? പ്ലാനിങ്, ദെൻ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യുന്നു, അതിനുശേഷം എന്താണ് നമ്മുടെ ഡിസൈൻ ചെയ്യുന്നു, ദെൻ കോഡിങ്, ദെൻ ഇംപ്ലിമെന്റേഷൻ, കോഡിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നു, അതിനുശേഷം ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ ഡിപ്ലോയ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെന്റ് ഫേസസ് ഉണ്ടല്ലോ, ആ ഓരോ ഫേസസിലും എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് SDLC മോഡൽസ് ഉണ്ട്, വാട്ടർഫോൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ മോഡൽ, അജൈൽ മോഡൽ. ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, ഓരോ ഏരിയയും എങ്ങനെയാണ്, ഓരോ മോഡൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കുക. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ റിക്വയർമെന്റ് അനാലിസിസ് ഫേസിനകത്ത് നമ്മൾ ഇതാണ് SRS പ്രിപ്പയർ ചെയ്യും അല്ലേ? SRS അല്ലേ, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്, അതിന്റെ ആവശ്യകത. അതുപോലെ തന്നെ ഡിസൈൻ ടെക്നിക്സ് വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്രിൻസിപ്പിൾസ് ആണ് കൊഹിഷനും കപ്ലിങ്ങും. കൊഹിഷനും കപ്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഡിസൈൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്. അതുപോലെ ടെസ്റ്റിംഗ് വരുമ്പോൾ അതിനകത്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെ ഡിഫറൻസ്, അതുപോലെ വെരിഫിക്കേഷൻ, വാലിഡേഷന്റെ ഡിഫറൻസ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ്. സോ ഇതെല്ലാം നമ്മളൊന്ന് പ്രിസൈസ് ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽസ്, കൊക്കോമോ മോഡൽ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോജക്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ചാർട്ട്, ഗാൺ ചാർട്ട്, പെറ്റ് ചാർട്ട്, CPM, അങ്ങനത്തെ കാര്യങ്ങളിനകത്തുനിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും. അടുത്ത ഒരു സബ്ജക്റ്റ് ആണ് ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫയൽസും ഡയറക്ടറീസും അതിനെ പറ്റിയിട്ട് വർക്കിംഗ് ഇൻ ഡിഫറെന്റ് നാവിഗേഷൻ കമാൻഡ്സ്, ദെൻ ഫയൽസ് റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള നാവിഗേഷൻ കമാൻഡ്സ്, ദെൻ ഫയൽ പെർമിഷൻസ് കൊടുക്കാൻ പറ്റുന്നത്, CHmod, CHon, അങ്ങനെ പെർമിഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഷെൽ സ്ക്രിപ്റ്റിംഗ് കോഡ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അതിനകത്ത് ലൂപ്പും വേരിയബിൾസും കാര്യങ്ങളെല്ലാം, ഒരു പർട്ടിക്കുലർ ഷെൽ സ്ക്രിപ്റ്റിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള രീതിക്കൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. ദെൻ അതുപോലെ ഗ്രപ്പ് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, AW കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 14 കോർ ഏരിയാസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പല യൂണിവേഴ്സിറ്റി സിലബസിന്റെ ഒക്കെ ബേസിസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കോർ ഏരിയാസ്, കമ്പ്യൂട്ടർ സയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കോർ ഏരിയാസ് ആണ് ഈ 14 സബ്ജക്ട്സ്. അതിന് ഓരോ സബ്ജക്റ്റിനകത്തും ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നൊരു ഡിസ്കഷൻ ആയിരുന്നു ഈ വീഡിയോയ്ക്കകത്ത് ഇന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ VSSCയുടെ സൈറ്റില്, ഇതാണ് VSSCയുടെ ഈ സൈറ്റിനകത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നോക്കുവാണെങ്കിൽ 2018-ലും 19-ലും 21-ലും 24-ലും നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 80 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അങ്ങനെ ഇപ്പം 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പല യൂണിവേഴ്സിറ്റിയുടെ സിലബസും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ, ഇന്നത്തെ ഈ ഒരു ഹോട്ട് ടോപ്പിക്സും അതിനകത്ത് ഹോട്ട് സബ്ജക്ട് ഏരിയാസും അതിനകത്ത് ഡിസ്കസ് ചെയ്യുക, അതിനകത്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.